ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പണം തട്ടിയെടുക്കാൻ മോഹിച്ച് നീ ആദ്യം എന്റെ ഏട്ടനെ പാട്ടിലാക്കി. നിന്റെ പാപദോഷം കൊണ്ട് അങ്ങേര് ചത്തപ്പോ മോള് വഴി പണം തട്ടാമെന്ന് നോക്കി. നടക്കില്ല. എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുതരില്ല. അറിയാം, നീ തരില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ എല്ലാവിധ സംവിധാനത്തോടും കൂടി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവാൻ ഞാൻ വന്നത്. ഇതിന്റെ ഏട്ടന്റെ മോള. ഇവളെ വളർത്തേണ്ടതും സംരക്ഷിക്കേണ്ടതും ഞാനാ. അല്ലാതെ ഒരു ബന്ധവുമില്ലാത്ത നിന്റെ കൂടെയല്ല ഇവള് വളരേണ്ടത്. സംഗതി രാഗി പറയുന്നത് തന്നെയാ ശരി. പക്ഷേ അന്നൊരു എഗ്രിമെന്റ് വെച്ചപ്പോ രാഗി എന്താ ഓർക്കാഞ്ഞത്? അന്ന് ഈ ബോധോദയം വന്നില്ലായിരുന്നോ? അന്ന് കോടതിയുടെ അവകാശം രാഗിക്ക് എഴുതിത്തന്ന് ദിയമോളുടെ വളർത്തവകാശം വാങ്ങി വന്നവളാ ഈ വന്ദന. അന്ന് ഞാൻ വന്ദനയെ ഒരുപാട് കുറ്റപ്പെടുത്തി. ഇന്നും എനിക്ക് വന്ദന കാണിച്ച പ്രവൃത്തിയോട് എതിർപ്പ് തന്നെയാ. പക്ഷേ എന്റെ മുന്നിൽ വെച്ച് എഴുതി പിടിപ്പിച്ച എഗ്രിമെന്റിന്റെ കാര്യം ഞാൻ എവിടെയും വിളിച്ചു പറയും, ഏത് കോടതിയിലും വിളിച്ചു പറയും. പറയണം, അത് പറഞ്ഞാലേ കാര്യമുള്ളൂ. വക്കീലേ, ഇതാണ് ആ പറഞ്ഞ എഗ്രിമെന്റിന്റെ കോപ്പി. ഈ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം ദിയയുടെ പിതാവ് കാർ ആക്സിഡന്റിൽ മരണപ്പെട്ട രാജീവ് മേനോന്റെ സർവ്വ സ്വത്തുക്കളുടെയും അവകാശം മകൾ ദിയയ്ക്ക് 18 വയസ്സ് തികയുന്ന കാലം വരെ സഹോദരി രാഖിക്കായിരിക്കുമെന്നും പ്രമാണത്തിൽ അവകാശം പറഞ്ഞിരിക്കുന്ന വന്ദനയ്ക്ക് അതിൽ ഒരവകാശവും വേണ്ടെന്നും പകരമായി രാജീവ് മേനോന്റെ മകൾ ദിയ മോളെ വളർത്തുവാനുള്ള അവകാശം മാത്രം നൽകുന്നുവെന്നും എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. വക്കീലേ, അപ്പോ അത് പരസ്പര സമ്മതത്തോടെയുള്ള ഒരു വ്യവസ്ഥയാണല്ലോ. ആ വ്യവസ്ഥയിൽ വ്യക്തമായി പറയുന്നുണ്ട് കുട്ടിയുടെ അവകാശം വന്ദനയ്ക്കാണെന്ന്. പിന്നെ എന്ത് കാണാനാ വക്കീലെ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നേ? മാഡത്തിന്റെ പേര് ഊർമിള. അപ്പോ ഊർമിള മാഡം, നമ്മളൊരു വ്യവസ്ഥ പരസ്പര സമ്മതത്തോടെ പ്രമാണത്തിൽ എഴുതി പിടിപ്പിച്ചാൽ രണ്ട് കക്ഷികളും ആ വ്യവസ്ഥ തെറ്റിക്കാൻ പാടില്ല. അതെ, അത് തെറ്റിക്കാൻ പാടില്ല. എന്നിട്ട് അത് തെറ്റിച്ചത് ഈ നിൽക്കുന്ന രാഖയല്ലേ? നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞോ? ഏതായി തള്ള? എടാ കൊച്ചനെ, നിന്നെ വീട്ടിലെ ചൊല്ലും വിളിക്കും വളർത്തിയതല്ലെന്നാ തോന്നുന്നേ. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് സംസാരിക്കരുതെന്ന് പറയാൻ ഇതേ വെള്ളരിക്കാപ്പട്ടണമൊന്നുമല്ല. കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന എനിക്ക് ഒരു ദിവസം കൂടി ജീവിച്ചാ അത് ബോണസാ. അതിനിടയില് നീ കയറി ആജ്ഞാപിക്കല്ലേ. ജീവിക്കാൻ കൊതിയുള്ളവർക്കേ പേടിയുള്ളൂ. ഓ, എല്ലാരും കൂടി ഇറങ്ങിയിരിക്ക പോലീസിനെ നിയമം പഠിപ്പിക്കാൻ. ബാക്കി അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക വക്കീലേ. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം. എഗ്രിമെന്റ് വ്യവസ്ഥ പ്രകാരം സ്വത്തുവകകളൊക്കെ രാഖിയുടെ പേർക്ക് എഴുതി വച്ചപ്പോ ദിയയെ സംരക്ഷിക്കാനുള്ള അവകാശം വന്ദനയ്ക്കായിരുന്നല്ലോ. പക്ഷെ വന്ദന വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു. വ്യവസ്ഥ ലംഘിച്ചെന്നു? അതെ, വ്യവസ്ഥ ലംഘിച്ചു.
അത് ഞാൻ പറയാൻ വയ്ക്കില്ലേ. വന്ദനയുടെ കല്യാണം കഴിഞ്ഞു. മാത്രമല്ല, ഇവളിപ്പോ ദിയമോളെ ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം ഭർത്താവിന്റെ വീട്ടിലാണ് താമസം. സാമ്പത്തികമായി പരാധീനതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാധവൻ നായരുടെയും ഭാര്യയുടെയും ഒപ്പം വളർന്നാൽ കുട്ടിയുടെ നല്ല ഭാവിയെയും വിദ്യാഭ്യാസത്തെയും അത് സാരമായി ബാധിക്കുമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇല്ല, ഞാൻ എന്റെ മോളെ ആർക്കും വിട്ടു തരില്ല. ഇത് രാഖി കൊടുത്ത പെറ്റീഷനിൽ കോടതി എടുത്ത തീരുമാനമാണ്. വിധിയുടെ പകർപ്പെന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ വായിച്ചു നോക്കാം. അയ്യോ ചന്ദ്രയെ, അമ്മേ, എന്തു പറ്റി അമ്മേ? എന്തു പറ്റി അമ്മേ? ഒന്നുമില്ല മോളെ. കുഴപ്പമില്ല, തലയ്ക്കൊരു പണം തട്ടിയെടുക്കാൻ മോഹിച്ച് നീ ആദ്യം എന്റെ ഏട്ടനെ പാട്ടിലാക്കി. നിന്റെ പാപദോഷം കൊണ്ട് അങ്ങേര് ചത്തപ്പോ മോള് വഴി പണം തട്ടാമെന്ന് നോക്കി. മാനത്തെ കൊട്ടാരം